എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഒരു ഒരു റാപ്പർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് അറസ്റ്റിലാവുന്നു, പക്ഷെ ഭരണകൂടം മൊത്തം ചർച്ച ചെയ്യുന്ന ലെവലിലേക്ക് അതൊരു ന്യൂസ് വാല്യൂ വരിക, രാവിലെ 7 മണി തൊട്ടിട്ട് വൈകുന്നേരം 7 മണി വരെ വേടൻ എന്നുള്ള ഒറ്റ വാക്ക് മാത്രം കൊണ്ട് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുക. ഒരു റാപ്പറിന് ഇതിന് മാത്രം ഒരു മൈറ്റ് ഉണ്ടാവും, ഇത്ര ഒരു വലിപ്പം ഉണ്ടാവുന്ന എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളെപ്പോഴും ഇപ്പൊ എല്ലാരും ഓരോ വഴിക്കല്ലേ. പക്ഷെ നമുക്ക് കുറെ സമയം ഉണ്ടായിരുന്നല്ലോ പണ്ട് ഒന്നിച്ചിരിക്കാനും കളിയാക്കാനും. പക്ഷെ അപ്പൊ നമ്മളിങ്ങനെ പറയും ആദ്യം ഇതിങ്ങനെ വരട്ടെ. എനിക്ക് ഏറ്റവും സോളിഡായിട്ട് ഉറപ്പുള്ള കാര്യം ഞാൻ 2-3 ഇന്റർവ്യൂസിൽ പറയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പൈസ ഒരു 160 റുപ്യ ഒപ്പിച്ച് ഞാനും ഡാപ്സിൻ്റെ RX എവിടെ MG റോഡ് നമ്മുടെ ഷേണായിസിൻ്റെ ഇങ്ങനെ മുന്നിൽ കൂടെ പോയിട്ടിരിക്കും പറഞ്ഞിട്ട്, എടാ അത് മറ്റേ അന്ന് ഞാൻ ഭയങ്കര ഒരു ട്രാക്ക് ഇറക്കിയില്ലേന്ന് പോലും എനിക്കറിയില്ല. ഒരു ട്രാക്ക് ഇറക്കിയിട്ട് പോകുന്നുണ്ട്. ഇവനന്ന് അത്യാവശ്യം ഈ മണവാളം തഗ് ഇറങ്ങിയോ ഇല്ല, മണവാളം തഗ് ഇറങ്ങിയില്ല, അതിൻ്റെ മുന്നായിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഞാനിവനെ പരിചയപ്പെട്ടു വരുന്നുള്ളൂ. നമ്മൾ നാട്ടുകാരാന്ന് പറഞ്ഞതിൽ കൂടെ ഒന്നുകൂടെ കണക്റ്റ് ആയി. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അത് നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ ഇറക്കും, പിന്നെ ഇത് മെല്ലെ ഇങ്ങനെ സിനിമയ്ക്കൊക്കെ എടുത്തു തുടങ്ങും. പിന്നെ നമുക്ക് സിനിമയിൽ നിന്ന് ഒരു സ്റ്റേബിലിറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റിനെ നല്ല രീതിക്ക് ഇറക്കാം. അത് മെല്ലെ ഒരു ഇൻഡസ്ട്രീനെ, അതായത് ഒപ്പം പിടിച്ചു നിൽക്കുന്ന രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും ഒരിക്കൽ എന്നുള്ള കാര്യം പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ അത് ഇത്രത്തോളം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വേടൻ എന്ത് ചെയ്തോ, വേടനെ ആര് കൊണ്ടുപോയി എന്നുള്ളതല്ല, ഇത്രമാത്രം അത് ചർച്ചയാവാൻ തക്കവണ്ണം വേടൻ വളർന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ സെയിം കേസ് തന്നെ വേണമെങ്കിൽ പുലീനെ കൊന്നിട്ടിട്ട് ചിലപ്പോൾ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂസിൽ ഇടം പിടിക്കുകയാണെങ്കിൽ ഒരു സമയപരിധി ഉണ്ട്. ഇത്രയും ദിവസം ആ ഒരു സമയം വാർത്താ ചാനൽ ഒന്നടങ്കം ആൾക്കാരെ ഇടം പിടിക്കണം എന്നുണ്ടെങ്കിൽ വേടൻ എന്നുള്ളൊരു കലാകാരൻ, അവൻ്റെ കല, അവൻ്റെ വരികൾ അത്രയും ആൾക്കാരിൽ ഇൻജക്റ്റായി അത്രയും ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുള്ളത്. കാരണം 3ൻ്റെ അന്ന് വന്നില്ലേ മറ്റേ പോസ്റ്റുകളും പരിപാടിയും, നമ്മളെ ഒളിവിലായിരുന്നു. അല്ലല്ലേ നമുക്ക് കോളൊന്നും ചെയ്യാൻ അങ്ങനത്തെ പരിമിതികളൊക്കെ ഉണ്ടല്ലോ. അതായത് ഈ ന്യൂസ് ചാനലിൽ പ്രതികരണം ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രതികരണമല്ല, നമുക്ക് ട്രോൾ വന്ന ഞാനും ഡാപ്സി മറ്റേ കിളിച്ചുള്ള മാമ്പഴത്തില് മറ്റേ വാരിക്കെട്ടിക്കോളാ സീനില്. അപ്പൊ ഞാനെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളായിട്ടൊന്നും ചെയ്യണില്ല. കൊച്ചിയിൽ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. അപ്പം ഞാനിതൊക്കെ വാർത്തകൾ കണ്ടിരിക്കുക, ഓരോ വാർത്ത കഴിയുമ്പോഴും ടെൻഷൻ കൂടിയരാ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ കമാരുണ്ട് നാട്ടിൽ നിന്ന് പറഞ്ഞ് ഇയ്യുണ്ട് പോരെ 2 ദിവസം അവിടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്തിനു വരുന്നു ഞാൻ അങ്ങനൊന്നുമില്ല. അതല്ല, വാർത്തക്കാരല്ല വരിക, പത്രക്കാരെ വരിക. ഈ പത്രത്തിലാണ് ഓടാൻ പോണത്. ഈ അവിടെ പോയിട്ട് ഈ അവിടെ ഒരു അനാഥാലയത്തേക്ക് ദാനം നടത്തുന്നുണ്ട് പറഞ്ഞാലും അത് വരില്ല. അന്നെ കേസിന് പിടിക്കാൻ വന്നിട്ട് കേസും കിട്ടിയില്ല, പക്ഷെ അതിന് പകരം ഇവന് ഇതൊക്കെ വെച്ചിട്ട് ഇത്ര നല്ല അതൊന്നും അവിടെ വരില്ല. അവിടെ നെഗറ്റീവ് വാട്ട് പീപ്പിൾ കണ്ണും കാതിനും വേണ്ടത് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ 2 ദിവസത്തെ ഇതിന് ആരെങ്കിലും കയറി വന്ന് എന്തിനാ വെറുതെ ഒരു തല പത്രത്തിലും മറ്റേ വാർത്തയിലും കൊണ്ടുപോയി കൊടുക്കണേ. അപ്പോൾ ഞാനും കുറച്ച് ദിവസമായി നാട്ടിൽ പോയിട്ട് ഒരു 1.5 ദിവസം നാട്ടിൽ പോയി നിന്നിട്ട് വന്ന് ഇതൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ. കാരണം പേടിയാണ് എങ്ങനെ ഏത് രീതിയിൽ. കാരണം സാമാന്യം ഇവർക്ക് ഒരു ദിവസം ഓടിക്കാനുള്ള ഒരു കണ്ടൻ്റൊക്കെ ആയിട്ട് എന്നെ കൊണ്ടൊക്കെ പറ്റും. എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നേരെ വിട്ട് എന്നിട്ട് തിരിച്ചു വന്നു വീട്ടിലല്ല അവിടെ കട അവിടെ നിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ തിരിച്ചു പോന്നു. പക്ഷെ എനിക്കതിൽ ഇഷ്ടപ്പെട്ട പാട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾ റെസ്പോൺസിബിളാണ്, പക്ഷെ അതുകൊണ്ട് അയാളെ തീരെഴുതി അവസാനിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വരാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഒന്നും മുമ്പ് വന്നിരുന്നില്ല. അത് കുറച്ച് പുതിയ കാര്യമല്ലേ, അതൊരു പുതിയ മെന്റാലിറ്റി അല്ലേ? തീരെഴുതി അവസാനിപ്പിക്കരുത് ഇൻ ദി സെൻസ് അയാളുടെ ആർട്ടിനെ നിഷേധിക്കാനാവില്ല. ചിലപ്പോൾ ആസ് എ പേഴ്സൺ ആൾ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും, അതിന് നിയമത്തിന്റെ കോൺസിക്വൻസസ് ആൾ ഫേസ് ചെയ്യട്ടെ. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ആളെ ബുള്ളി ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കെതിരെ പ്രവർത്തിക്കാനോ പാടില്ല. ആർട്ടിസ്റ്റ് ആൾ വേറെ ലീഗിലാണെന്ന് എല്ലാവരും ഒരു സ്ഥലത്തിൽ പറയാ. അതൊരു പുതിയ തോട്ട് പ്രോസസ് ആയിരുന്നില്ലേ? ഈവൻ ഇത്രയും വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ് ഈ വാർത്താ ചാനൽ നടത്തുന്നത്. കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നാണ് അതിൻ്റെ ഹെഡ്ലൈനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര എന്താ പറയുക, ഇത് കാത്തിരിക്കുന്നവരുണ്ട്, ഇത് കണ്ട് ചിരിക്കുന്നവരുണ്ട്. അതായത് വേടൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വേടൻ വീഴണമെന്ന് കാത്തിരിക്കണ കുറേ പേരുണ്ട്, കണ്ട് ചിരിക്കുന്നവരുണ്ടാവും. ഇത്
എന്താ പറയുക, വിയർപ്പ് അല്ലെങ്കിൽ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നൊക്കെ പറയുമ്പോൾ, ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ന്യൂസ് ചാനൽ എഴുതുമ്പോൾ എത്രത്തോളം ആണ് ആ ഒരു കഴുകൻ ചിന്താഗതിയാ എന്നുള്ളത് ആലോചിക്കണം. അപ്പം ഈ ഒരു ആർട്ടിനെ അവിടെയാണ് ഒരു എന്താ പറയുക കളിയാക്കപ്പെടുക അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുക. ഇപ്പം ഈ പറഞ്ഞ പോലെ അത് ചെയ്യരുത്. അതൊക്കെ ഭയങ്കര മോശം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആ ഒരു വരികളെ ഒരു ദിവസം കൊണ്ട് ഒരാൾ ഇതാക്കുക. പിന്നെ ഈ ഗ്രാമം മാത്രമാണ് ഉള്ളൂ. ഗ്രാമിൻ്റെ ബാക്കിൽ ആരാന്നുള്ളത് ഇതുവരെ ആർക്കും തിരഞ്ഞു പോകണ്ട, വാർത്തകൾക്ക് അറിയണ്ട. ഇതുവരെ അങ്ങനെ ഒരു ചർച്ച പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഗ്രാമിൻ്റെ ബാക്കിൽ ആര്, കിലോനുള്ള ആരായില്ല എന്നുള്ള ആർക്കും അറിയില്ലല്ലോ. അത് ഇനി ആരും അറിയാനും പോണില്ല, ആരും പറയാനും പോണില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കി ഒതുങ്ങി ചുരുങ്ങി ജീവിക്കുക. വൈകുന്നേരം ഫുഡ് കഴിക്കുക, രാത്രി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, പാട്ടുണ്ടാക്കുക, പടത്തിൽ അഭിനയിക്കുക, പണിയെടുക്കുക. ആലപ്പുഴ ഭയങ്കര ശേഷം വന്ന പടമുണ്ട്, ജയേട്ടൻ്റെയും വിനായകൻ്റെ ഒക്കെ ഇപ്പം ചെയ്യുന്ന സിനിമ. എങ്ങനെ പോകുന്നു ഷൂട്ടൊക്കെ ഭംഗിയായിട്ട് പോണത്. ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കെ 52-53 ദിവസമായി ഷൂട്ട്. എനിക്ക് ഫുൾ ഡേ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഗാങ്സ്റ്റർ പരിപാടിയൊക്കെയാണ്. കോലത്തിൽ പറ്റിയ എന്തെങ്കിലും. അപ്പോൾ അതിൽ ഇതങ്ങനെ ഭംഗിയിൽ പോയി, പരിപാടികളൊക്കെ പോയി. ഈ ഓണത്തിനൊക്കെ റിലീസാവുമെന്ന് വിചാരിക്കണം, ഒരു ഐഡിയ ഇല്ല. ഈ ആറ്റിറ്റ്യൂഡ് വേണമല്ലോ ഒരു ഗാങ്സ്റ്ററിന്, ഒരു മാസ സാധനം. പല രീതിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു കോമഡി ഗാങ്സ്റ്ററാ, കോമഡി അല്ലല്ല, കോമഡി വിത്ത് മിക്സ്ഡാ. സീരിയസ് ആവും, പക്ഷെ ആ ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ മലയാളം മൂവിയിലാണെങ്കിലും പൾപ്പ് ഫിക്ഷനിലാണെങ്കിലും അങ്ങനെ കുറെ മൂവിയിലുണ്ടല്ലോ. നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് കാണുമ്പോൾ മൊത്തത്തിൽ ആ സിറ്റുവേഷൻ വൈസ് അത് കോമഡി ആയി പോകുന്നതാണ്. അതാണ് പരിപാടി. അല്ലാതെ മറ്റേ അയലോർത്തോ സാധനം വല്ലാത്ത ജാതിയിലാണെങ്കിലും ശരി, കായലാണെങ്കിലും ശരി, ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. ലുക്സിലായാലും, നോട്ടത്തില്, ബോഡി പോസ്റ്ററില്. ഇതിനുള്ള ബ്രീഫ് എവിടുന്ന, ഇതിനുള്ള ഐഡിയ എവിടുന്ന? എനിക്ക് തോന്നുന്നത് രണ്ടും ഒരു സിമിലർ എന്നല്ല. ഇപ്പം കായൽ എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മൾ ആ ഒരു 10 മിനിറ്റ് ഉൾക്കൊള്ളാണല്ലോ നമ്മൾ ആയി എന്നുള്ളത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓക്കെ, ഐ ആം ഓണിങ് ദിസ് കാർ. ആ ഒരു സാധനം ടപ്പ് ചെയ്യുന്ന തലച്ചോറിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ചിന്ത കൊണ്ടുവരാം, അല്ലെങ്കിൽ മൊത്തത്തിൽ സറൗണ്ടിങ്സ് നമുക്ക് അങ്ങനെ വിചാരിക്കാം. ആ ഒരു പോയിന്റിലാണ് ഞാനത് എനിക്ക് വർക്കൗട്ട് ആക്കാൻ പറ്റിയുള്ളത് തോന്നുന്നുണ്ട്. അതിലിപ്പോഴും ആ ലിറിക്കിൻ്റെ ദുനിയാവിൽ ആരാണ്ടാ നമുക്ക് പെരിയോന് എന്നുള്ളതാണല്ലോ അതിൻ്റെ കോറ് എന്ന് പറയുന്നത്. ട്രാക്കിൻ്റെ ആ ഒരു കോറ് വെച്ചിട്ടാണ് പിടിച്ചത്. ഹെൽത്തൊക്കെ 1 വീക്കായിരുന്നു, ഫുഡും സ്ലീപ്പ് സൈക്കിളൊക്കെ മാറിയിട്ടേ. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽത്ത് വീക്ക് എന്ന് പറഞ്ഞാൽ പറ്റ വീക്ക്. ഞാനാണെങ്കിൽ കൊച്ചിയിലല്ലാതെ വേറെ എവിടെയും പോയിട്ട് 2 ദിവസത്തിന് മേലെ താമസിച്ചില്ല. കൊച്ചിയിൽ തന്നെ വന്നിട്ട് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വന്നു. അവിടുത്തെ ട്രാഫിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറ്റില്ല അവിടെ. അപ്പോൾ ഞാനാണ് അവിടെ പോയിട്ട് 10-15 ദിവസം നിൽക്കുന്നത്. അപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അതിന് ഷൂട്ട്. അപ്പോൾ ഹെൽത്ത് ഭയങ്കര വീക്കായിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ എനിക്ക് ആ ഒരു നമുക്ക് ആ ഒരു ഇത് ചെയ്യണം, ഇത് കൊണ്ടുവെക്കണം, സൗത്തിൽ ബിസിനസ് വരണം, ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഇത് മൊത്തത്തിൽ എന്തൊക്കെ നമുക്കൊരു സീൻ മാറ്റിയെടുക്കാൻ പറ്റുമോ, ഒരു ഇൻഡിപെൻഡൻറ്റ് സീൻ മാറ്റിയെടുക്കുന്നതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ എങ്ങനെയൊക്കെ ഒരു ഭാഗമാകാൻ പറ്റുമോ, അതൊക്കെ ഒരുപാട് സന്തോഷം ഉള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓക്കെ, നമ്മളിത് തീർക്കും എന്നുള്ളൊരു മൂഡിലൊക്കെ പോയിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊരു ടോപ്പ് പെർഫോമർ ഒക്കെ ഉണ്ടാവില്ല, പക്ഷേ പേരെടുത്ത് പറഞ്ഞ ഇപ്പോൾ ബാദ്ഷാ, അതാണോ ആഗ്രഹം, എമിനാണോ ആഗ്രഹം? രണ്ടുമല്ല. നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റീനെ കൊണ്ടുപോയി അപ്പാക്കാൻ പറ്റുന്ന ഒരു ആരായാലും ഞാൻ ഹാപ്പിയാണ്. അതായത് ഇപ്പം ഈ കായ് എടുക്കുന്നൊരു ഉദ്ദേശം അവിടെ പോയിട്ട് അവർ ചെയ്യുന്ന പോലത്തെ റാപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാൻഷൻ എടുക്കുന്ന പൈസക്ക് നമുക്ക് അതേപോലത്തെ ഒരു 10-50 മോഡൽസിന് എടുക്കാൻ പറ്റും. ആ ഒരു വണ്ടി എടുക്കുന്ന പൈസക്ക് അതേപോലെ തന്നെ ഒരു പബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൂത്താട്ടം ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കായിയുടെ ഒരു സൗത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന് നമുക്ക് ആ ഒരു ആൾക്ക് അവിടെ പോയിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കായിയുടെ. അപ്പം അത് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. ഭയങ്കര ഫാൻ ഫോളോയിങ് വരുമല്ലോ, അപ്പോൾ കുറേ അട്രാക്ഷൻ വരും നമ്മുടെ അടുത്തേക്ക്. ഇതിനകത്ത് ഒരാൾക്ക് ജെന്യുവനായിട്ട് നമ്മളോടൊരു സ്നേഹമുണ്ട്, ഒരു പെൺകുട്ടിക്ക് ജെന്യുവനായിട്ടൊരു സ്നേഹമുണ്ട്, അത് നിങ്ങളതിനെ മനസ്സിലാക്കുക? ഭയങ്കര പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സിറ്റുവേഷനിൽ ഭയങ്കര പാടാണ്. അത് നമ്മളോടുള്ളൊരു ഫെയിമിനോടുള്ളൊരു ഇതാണോ, നമ്മുടെ വരികളോടുള്ളതാണോ,
നമ്മളോടുള്ളതാന്നുള്ള ചാൻസ് ഒരു 90% ഇല്ല. നമുക്കറിയാലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നല്ലൊരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു വേ. പിന്നെ അത് പല സൈഡിലും നമുക്ക് ആരാധികയാണ്. ഡു യു വണച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ചില്ല് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓക്കെ താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദിയുണ്ട്. ചിലപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തരുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചറിലൊരു എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ അതിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതായിരിക്കും. പലതും പല ഒരു ഇതിലാണ്. നമ്മളെങ്ങനെയാണോ നമ്മൾക്ക് അപകടമില്ലാത്ത രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. എന്താ ഈ അപകടത്തിലത്തെ പേടി? അല്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചർച്ച ചെയ്യാൻ 2 ദിവസം അങ്ങോട്ട് ഇട്ടുകൊടുക്കാതിരിക്കുക, തിന്നാൻ ഇട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോയിന്റ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അല്ലാതെ ഇപ്പോൾ പേടിച്ച് വീട്ടിൽ കുത്തിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ മാക്സിമം ആൾക്കാരെ ഹേർട്ട് ചെയ്യാണ്ട് ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ്. മലപ്പുറത്തെ ഒരു സാധാരണ വീട്ടിൽ പാടവും മദ്രസയും സ്കൂളും വയലൊക്കെ ഉള്ള ഒരു സാധാരണ സെറ്റപ്പിലൊരു പയ്യൻ, ചെറിയ സെറ്റപ്പിലുള്ള പയ്യൻ, അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര വലിയ ജോലിയൊന്നുമില്ല, വലിയ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു പയ്യൻ. അവൻ പെട്ടെന്ന് റാപ്പ് എഴുതുമ്പോൾ ഈ കാലകത്തി വെച്ചപ്പോൾ കരിപിടിച്ച് തത്തമ്മാന്ന് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും അത്രയും ഇവോൾവഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം ഭയങ്കര നന്നായിട്ട് ചിന്തിക്കുന്ന ഒരു ഫോമാറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല ബേബിയുടെ ചുറ്റുമുള്ള ആൾക്കാർ. അവർക്ക് മൊത്തത്തിലൊരു കൾച്ചറൽ ഷോക്ക് എന്നൊക്കെ പറഞ്ഞ ആയിരുന്നോ? പിന്നെ കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇത് ട്രെൻഡിങ്, മറ്റേ ഇൻസ്റ്റഗ്രാം, ഈ കോവിഡ് ഇതൊക്കെ വന്നതിൻ്റെ ശേഷം എല്ലാവരുടെ കയ്യിലും ഫോണുമായി റീല് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആ ഒരു സമയത്താണിത് കയറി പൊട്ടണത്. അപ്പോൾ ഉമ്മക്ക് വിളിച്ചിട്ട് കരച്ചിലും പിരിച്ചിലൊക്കെ എന്താ മറ്റാ ഇതിനെ ചോദിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു ഉമ്മാട് പിന്നെ ചതി വഞ്ചന എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത്, ഞാനൊരു കറുത്ത കാറ് ഉണ്ട്, അതിൻ്റെ പേര് തത്തമ്മ എന്നാണ് പുറത്ത് വിളിക്കണത്. അവർക്ക് ഇങ്ങനെ പറഞ്ഞാലാണ് കൺവീനിയൻ്റ് ഉള്ളൂ. അല്ലാണ്ട് ഞാൻ മറ്റാളാണ്, ഞാൻ ഭയങ്കര ആളാണ്, ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാവം എന്താ അറിയാനാ. അപ്പം ഇത് ഞാൻ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അതേപോലെ കവർ പിക്ചർ ഉമ്മ ചോദിച്ചു. ഞാൻ വിചാരിച്ച ആദ്യം എന്തൊക്കെ കയ്യിൽ ടയർ വെച്ചിക്കാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അതൊക്കെ എഡിറ്റിംഗ് ആണ്, പിന്നെ അത് ആരുടെ ഇതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഭയങ്കര എന്താ പറയാ ദാരിദ്ര്യം ആണെന്ന് ഞാൻ പറയില്ല. ലൈംഗിക ദാരിദ്ര്യമാണോന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കഴിഞ്ഞ് ചിലപ്പോൾ അത് ഞാൻ കുറേ ആൾക്കാർക്ക് ആ ഒരു ആർട്ടിനെ ആർട്ടായിട്ട് കാണാനുള്ളൊരു ഉൾക്കൊള്ളാനുള്ളൊരു ഇതിൽക്കൊക്കെ എത്തി തുടങ്ങണുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കുറേ പേര്. കുറേ സൈഡുകളുണ്ട്. നമ്മുടെ സൈഡ് ഇങ്ങനെ ഞാൻ ഒതുക്കി